Hi everyone, welcome to Kids 10 YouTube channel. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിലെ വീഴ്ച, സ്പോർട്സ് ഇഞ്ചുറി, ആക്സിഡൻറ്റ് കാരണം കുട്ടികളെ പല്ലിൽ ഉണ്ടാകുന്ന ഫ്രാക്ചറിനെ പറ്റിയാണ്. ഇവയെ സാധാരണയായി ക്ലാസിഫൈ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് എലീസ് ഫ്രാക്ചർ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആദ്യത്തേത് ഇനാമലിന് മാത്രം ഫ്രാക്ചർ വരുന്നതാണ് എലീസ് ക്ലാസ് 1 ഫ്രാക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷനിൽ പെയിൻ സാധാരണയായി കാണുകയില്ല. ഇത് നമ്മൾ ഈസ്തെറ്റിക് കറക്ഷൻ അഥവാ കോമ്പോസിറ്റ് റീസ്റ്റോറേഷൻ വഴി ട്രീറ്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കണ്ടീഷനാണ് ഇനാമിൽ കൂടാതെ ഡെൻറ്റിനും കൂടെ ഫ്രാക്ചർ സംഭവിക്കുന്നത്. ഈ ഒരു കണ്ടീഷനിൽ യെല്ലോ ഡെൻറ്റിൻ വിസിബിൾ ആയിരിക്കും. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ തണുത്ത ഭക്ഷണങ്ങളോട് സെൻസിറ്റിവിറ്റിയും ഉണ്ടായിരിക്കും. ഇത് നമ്മൾ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ലൈനർ അല്ലെങ്കിൽ GIC ഓർ കോമ്പോസിറ്റ് റീസ്റ്റോറേഷൻ വഴി ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഇനാമലും ഡെൻറ്റിനും കൂടാതെ പൾപ്പും കൂടെ ഫ്രാക്ചർ ആവുന്ന സാഹചര്യത്തിൽ നമ്മൾ എലീസ് ക്ലാസ് 3 എന്ന് പറയുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പല്ലിൽ ചുവപ്പ് നിറമോ ചോരയോ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ചികിത്സയായി പൾപ്പിനെ ചികിത്സിക്കുന്ന പൾപ്പ് ക്യാപ്പിംഗ്, പൾപ്പോട്ടമി അല്ലെങ്കിൽ റൂട്ട് കനാൽ അഥവാ വേര് ചികിത്സ ചെയ്യേണ്ടി വരും. അടുത്തതായി എലീസ് ക്ലാസ് 4. പല്ല് പൊട്ടാതെ തന്നെ പല്ല് നോൺ വൈറ്റൽ അഥവാ ജീവനില്ലാതെ പോകുന്ന അവസ്ഥയാണ് നമ്മൾ എലീസ് ക്ലാസ് 4 ആയി വിശേഷിപ്പിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ പല്ലിൽ നിറവ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ചികിത്സയെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് അഥവാ വേര് ചികിത്സ ചെയ്യേണ്ടി വരും. അടുത്തതായി എലീസ് ക്ലാസ് 5 അഥവാ അവൾഷൻ. പല്ല് പൊട്ടാൽ തന്നെ മുഴുവനായി പല്ല് പുറത്തേക്ക് വരുന്ന സാഹചര്യത്തെയാണ് നമ്മൾ അവൾഷൻ എന്ന് വിളിക്കുന്നത്. ഇത്തരം സാഹചര്യത്തിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ കാണിച്ച് ചികിത്സ നേടേണ്ടതാണ്. അഥവാ 1 മണിക്കൂറോ അതിലധികമോ എടുത്തതിന് ശേഷമാണ് നിങ്ങൾ ഡോക്ടറെ അടുത്തേക്ക് എത്തുന്നത് എന്നുണ്ടെങ്കിൽ ആ പല്ല് സംരക്ഷിക്കേണ്ട ആവശ്യകതയുണ്ട്. അതിനാൽ നിങ്ങൾ പല്ല് ഇളനീർ വെള്ളത്തിലോ മുട്ടയുടെ വെള്ളയിലോ അല്ലെങ്കിൽ സൊല്യൂഷൻ പോലുള്ളവയിൽ ഇട്ട് വെച്ച് സംരക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ HDBS പോലെ പല്ലിടുന്ന സൊല്യൂഷനുകളിൽ പല്ല് സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എലീസ് ക്ലാസ് 6നെ കുറിച്ചിട്ടാണ്. എലീസ് ക്ലാസ് 6 എന്ന് പറയുന്നത് പല്ലിന്റെ വേര് മാത്രം പൊട്ടുന്നതിനാണ്. ഇതിന്റെ ചികിത്സ സ്പ്ലിന്റിംഗ് അഥവാ പൾപ്പ് വൈറ്റാലിറ്റി നിരീക്ഷണമാണ്. സ്പ്ലിന്റിംഗ് എന്ന് വെച്ചാൽ നമ്മളെ പല്ലിനെ അതേ സ്ഥാനത്ത് നിർത്തിയിട്ട് അടുത്തുള്ള പല്ലുകളെ ബന്ധിപ്പിക്കുന്നതിനെയാണ് നമ്മൾ സ്പ്ലിന്റിംഗ് എന്ന് പറയുന്നത്. പൾപ്പ് വൈറ്റാലിറ്റി മോണിറ്ററിംഗ് നമ്മളെ വേരിന് ജീവനുണ്ടോ ഇല്ലയോ എന്ന് നിരീക്ഷിക്കുന്നതാണ്. അടുത്തത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എലീസ് ക്ലാസ് 7നെ പറ്റിയിട്ടാണ്. എലീസ് ക്ലാസ് 7 എന്ന് വെച്ചാൽ പല്ല് ഫ്രാക്ചർ ആവാതെ പല്ലിന്റെ സ്ഥാനം മാറുന്നതിനെയാണ് നമ്മൾ പറയുന്നത്. ഇതിന്റെ ചികിത്സ സ്പ്ലിന്റിംഗ് അല്ലെങ്കിൽ പല്ല് റീപൊസിഷനിങ് ആണ്. എന്ന് വെച്ചാൽ പല്ലിന്റെ ഒറിജിനൽ സ്ഥാനത്തേക്ക് പല്ലിനെ തിരിച്ചു വെക്കുന്നതിനെയാണ് നമ്മൾ റീപൊസിഷനിങ് എന്ന് പറയുന്നത്. എലീസ് ക്ലാസ് 8. ട്രോമ കാരണം പല്ലിൻ്റെ ക്രൗൺ ഭാഗം മുഴുവനായി പൊട്ടിപ്പോകുന്ന അവസ്ഥയാണ് എലീസ് ക്ലാസ് 8 എന്ന് പറയുന്നത്. അതിൻ്റെ ചികിത്സാ രീതികളെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പല്ലിൻ്റെ ഭാഗങ്ങളെല്ലാം എക്സാമിൻ ചെയ്യുക. അത് സേവ് ചെയ്യാൻ പറ്റൂല എന്നാണെങ്കിൽ എക്സ്ട്രാക്ഷനാണ് വഴി. ഇല്ല സേവ് ചെയ്യാൻ പറ്റും എന്നാണെങ്കിൽ റൂട്ട് കനാൽ ചെയ്യുക. പിന്നീട് ക്രൗൺ പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോസ്തെറ്റിക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എലീസ് ക്ലാസ് 9. പാൽപ്പല്ലുകളിൽ ഉണ്ടാകുന്ന ട്രോമ കാരണം ഉണ്ടാകുന്ന ഫ്രാക്ചർ അല്ലെങ്കിൽ ഇഞ്ചുറിനെയാണ് എലീസ് ക്ലാസ് 9 എന്ന് പറയുന്നത്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം എക്സാമിൻ ചെയ്യുക. കുട്ടികളുടെ പല്ലിനെ എത്രത്തോളം ഫ്രാക്ചർ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എക്സാമിൻ ചെയ്ത് എക്സ്റേ വേണമെന്ന് തോന്നുന്നെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കാം. അത് കഴിഞ്ഞ് ചെറിയ പൊട്ടലൊക്കെ ആണെങ്കിൽ സ്മൂത്തനിങ്ങോ റീസ്റ്റോറേഷനോ ചെയ്ത് പല്ല് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇല്ല ഫ്രാക്ചർ കുറച്ച് അധികം ഉണ്ടെങ്കിൽ എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ പൽ തെറാപ്പി എന്ന ട്രീറ്റ്മെൻറ്റാണ് ചെയ്യാൻ പറ്റുന്നത്. പല്ലിനുണ്ടാകുന്ന ട്രോമ ഒരിക്കലും നിസ്സാരമായി കാണരുത്. എത്ര വേഗത്തിൽ ഡെന്റിസ്റ്റിനെ കാണാൻ പറ്റുമോ അത്രയും വേഗത്തിൽ പോയി കണ്ടാൽ അതിനനുസരിച്ച് നമുക്ക് പല്ല് എത്രയും പെട്ടെന്ന് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്.